എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവത്തിന് പോയ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. ഉത്സവമൊക്കെ കഴിഞ്ഞു സമാപിച്ചു, ഇടാൻ വൈകിപ്പോയി. ഇപ്പോൾ വീഡിയോസ് ഇടൽ കുറവാണ്, സമയമില്ലാത്തത് കൊണ്ട് ഷോർട്സാണ് ഞാൻ അധികം ഇടാറ്. അപ്പോൾ ഭഗവാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും എല്ലാവർക്കും ഉത്സവത്തിന് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല, അകലെയുള്ളവർക്കൊക്കെ. അപ്പം ഞാൻ അടുത്തായത് കാരണം എനിക്ക് പോകാൻ പറ്റണം. ഇപ്പോൾ എറണാകുളത്തെ എൻ്റെ താമസം, അതുകൊണ്ട് 3 മണിക്കൂർ പിടിക്കണ കാരണം ഇപ്പോൾ യാത്രാക്ഷീണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ പറ്റാവുന്ന മാസങ്ങളിലെല്ലാം പോവാറുണ്ട്. പിന്നെ ഭഗവാന്റെ പ്രധാനപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ പറ്റണ പോലെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഏകാദശിക്ക് പോയാലും ഉത്സവത്തിന് പോയാലും ഞാൻ അകത്ത് കയറാൻ നിൽക്കാറില്ല. ഞാൻ എത്തിയപ്പോൾ തന്നെ 10:30 അപ്പോൾ ഞാൻ വേഗം പോയി ക്യൂ നിന്ന് ഭഗവാന്റെ നാലമ്പലത്തിനകത്തേക്ക് വേഗം ഓടി ചെന്നതാണ്. അപ്പോൾ ശിവയിൽ തുടങ്ങാൻ പോണ്, ആനനെ തയ്യാറാക്കി നിർത്തിയാണ്. അപ്പോൾ ഞാൻ വേഗം ഭണ്ഡാരത്തിൻ്റെ അവിടേക്ക് ഇപ്പുറത്ത് കൊടിമരത്തിൻ്റെ തെക്ക് വശത്തേക്ക് നിൽക്കുന്നാൽ നന്നായിട്ട് കാണാൻ പറ്റും ശിവയിൽ. അപ്പോൾ അത് നന്നായിട്ട് പങ്കെടുക്കാൻ പറ്റി. പിന്നെ ഞാൻ തുളസിമാല ഭഗവാന് കോർത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് പോയത്, കൊടുങ്ങല്ലൂരിൽ നിന്ന്. അതുകൊണ്ട് എനിക്ക് അവിടെ കുറേ തുളസിയൊക്കെ ഉള്ളത് കാരണം ഭഗവാന് മാല കിട്ടിയാൽ നമുക്ക് ഗുരുവായൂരപ്പന് ചാർത്താനൊന്നും പറ്റില്ല. പണ്ടത്തെ കഥകളിൽ മഞ്ജുള ചാർത്തിയിരുന്നു. മഞ്ജുളയൊക്കെ പണ്ട് കാലത്തൊക്കെ ചാർത്തിയിട്ടുണ്ടാകും. പക്ഷെ ഇപ്പോൾ അവരൊരു പ്രത്യേക സമുദായക്കാർ കെട്ടണ മാല മാത്രമേ ചാർത്തുള്ളൂ. അപ്പം നമ്മൾ ഭഗവാന് പുറത്തുള്ള വിഗ്രഹങ്ങളിലും എല്ലാ ഭഗവാന്റെ സാന്നിധ്യമുള്ള സ്ഥലത്തൊക്കെ കൊണ്ട് ചാർത്തും. അപ്പം ഞാനെപ്പോഴും ഇടാറ് നമ്മൾ എടുത്ത് വെക്കുന്ന സ്ഥലമുണ്ട്, മറ്റേ മഞ്ചാടിക്കുരുവൊക്കെ വെച്ചേക്കണ മഞ്ചാടിക്കുരു വരണ സ്ഥലത്ത്, രൂപങ്ങൾ എടുത്ത് വെക്കണ സ്ഥലത്ത് ഒരു കൃഷ്ണനുണ്ട്. ഞാൻ അവിടെ കൊണ്ട് ചാർത്താറ്. അപ്പോൾ ഞാൻ ശിവേലി കഴിഞ്ഞിട്ട് അതും ചാർത്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ശിവേലിയുടെ അവസാനം ഞാനൊരു പ്രദക്ഷിണവും വെച്ച് വേഗം ഭക്ഷണം ഭഗവാന്റെ ഉച്ചക്കഞ്ഞി കഴിക്കാൻ വേണ്ടി, ഭയങ്കര പ്രധാനപ്പെട്ടതാണ്, എനിക്കതില്ലാതെ കഴിക്കാൻ ഉള്ള ആഗ്രഹത്തിനാണ് ഞാൻ പോണത്. ഭഗവാന്റെ കഞ്ഞി, മുദ്രപ്പുഴുക്കും പപ്പടവും തേങ്ങാപ്പൂളും ശർക്കര എല്ലാവരും ഉണ്ടാകും. അപ്പോൾ അത് കഴിക്കണം. അങ്ങനത്തെ ഉള്ള ആഗ്രഹത്തിനൊക്കെയാണ് ഓടിപ്പാഞ്ഞ് പോയത്. അപ്പോൾ ക്യൂ നിന്നൊരു 3/4 മണിക്കൂർ നിൽക്കേണ്ടി വന്നില്ല അധികം. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്പലത്തിന് ചുറ്റും നോക്കിയപ്പോഴാണ് ഒരു അമ്മൂമ്മ കണ്ട കമന്നടിച്ച് കിടക്കുന്നുണ്ട് ഗുരുവായൂരപ്പൻ്റെ നടയിൽ. അപ്പോൾ അവിടെ അധികം വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേഗം കട്ട് ചെയ്തു. ആ ഭാഗം വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പം അങ്ങനെ അമ്മൂമ്മ കിടക്കണ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ എന്താ തോന്നിയത്, ഒരു കുഞ്ഞിക്കുട്ടിയുടെ പോലെ കാലം ഇതാക്കി കിടക്കണ പോലെ തോന്നി. പിന്നെ ഞാൻ വടക്ക് നടയിൽ നാരായണാലയത്തിൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കയറി ഞാൻ ഇന്ന് വിചാരിക്കും നാരായണാലയത്തിൽ കയറണമെന്ന്. അപ്പോൾ ആ പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി തൊഴുത് അവിടെ നിന്ന് 2-3 ബുക്സൊക്കെ വാങ്ങി. അതിന് ശേഷം ഞാൻ പടിഞ്ഞാറേ നടയിൽ കൂടെ ബസ് കയറി പോരാമെന്ന് വിചാരിച്ച് ആ ഭാഗത്ത് കൂടെ വന്നപ്പോൾ തന്നെ നല്ല തിരക്കായി ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ക്യൂവിലൊക്കെ നിൽക്കണ്ടേന്ന് വിചാരിച്ച് ഈ ഭാഗമൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കാണുന്ന വാഹനങ്ങളൊക്കെ ഉത്സവത്തിനോടനുബന്ധിച്ച് പല സെക്ഷനിൽ നിന്നുള്ള വണ്ടികളാണ് കേട്ടോ. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടികളുണ്ട്. പാല് കൊണ്ടുവരുന്ന വണ്ടികളുണ്ട്, അല്ലാതെ ഉള്ള ചികിത്സയ്ക്കുള്ള വണ്ടികളുണ്ട്, അങ്ങനെ വെള്ളം കൊണ്ടുവരുന്ന വണ്ടികളുണ്ട്. അങ്ങനെ അവരവിടെ നല്ല തിരക്കിലാണ്. ഇപ്പോൾ നാട്ടുകാർക്ക് പകർച്ച കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ക്യൂ വടക്ക് വശത്ത് ആണ്. ഇപ്പോൾ ഭക്ഷണം സാധാരണ നമ്മൾ കഴിക്കുന്ന കൗണ്ടറിൻ്റെ അവിടെ ഇപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം ഇതാണ്. ഇത് പടിഞ്ഞാറ് നടയാണ്. അവിടെ ചക്ക കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഈ മുതിരപ്പുഴുക്കിൽ ഈ ചക്കയുടെ കഷ്ണം ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് അവിടുത്തെ മുതിരപ്പുഴുക്ക്. പിന്നെ ഇതൊക്കെ രാത്രി സദ്യയാണ് ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ മോര് കറിക്ക് ഇതിനൊക്കെയുള്ള മത്തങ്ങയൊക്കെയാണ് അരിഞ്ഞ് വെച്ചേക്കണത്. അപ്പോൾ എത്ര ജനങ്ങൾക്ക് അവിടെ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം. 2 നേരം രാവിലെ കഞ്ഞിയും പുഴുക്കും, വൈകുന്നേരം സദ്യ ഭഗവാന്റെ. അപ്പോൾ നാട്ടുകാർക്ക് പകർച്ചയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ പടിഞ്ഞാറൻ നടയിലുള്ളൊരു കടയിലെ ഫോട്ടോ ഉണ്ടത്. പിന്നെ ഞാൻ അതിന് ശേഷം പോകുന്നതിന് ശേഷമുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഓരോ ചടങ്ങിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പേജിൽ നിന്ന് എടുക്കണതാണ്. അപ്പോൾ ഇതൊക്കെ ഭഗവാന്റെ അകത്ത് നടക്കുന്ന ചടങ്ങൊക്കെ നമുക്ക് ദേവസ്വത്തിൻ്റെ പേജിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്നെടുത്ത ഫോട്ടോ ആണ് ഇതൊക്കെ. ഇത് ശ്രീഭൂതബലി ചടങ്ങുകളാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ ശിവേലിയുടെ ഫോട്ടോ ഉണ്ട്. അങ്ങനെ ഭഗവാൻ എഴുന്നള്ളിക്കണതുണ്ട്. ഭഗവാൻ ദർശനം സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിലിരുന്നിട്ട് ദർശനം കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു ശിവേലിയിലാണ് എനിക്ക് തൊഴാൻ പറ്റിയത്. അതിനുശേഷം പള്ളിവേട്ടയുടെ സമയത്ത് ഭഗവാൻ ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് എഴുന്നള്ളണതുണ്ട്. ഇത് ഭഗവാൻ സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിലിരുന്ന് ദർശനം കൊടുക്കുന്ന ഫോട്ടോ ഉണ്ടാവും. ഇതൊക്കെ കാണാനായിട്ട് നമ്മളവിടെ സ്റ്റേ ചെയ്യണത് കുറച്ച് സമയമുള്ളൂ. അത് രാവിലെയും വൈകുന്നേരമൊക്കെ ഉള്ളത്. അതിൻ്റെ ടൈമിങ് നോക്കിയാൽ നമുക്കത് തൊഴാം. അത് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളണ വീഡിയോ ആണ്. ഇത് ഭഗവാൻ ഉത്സവത്തിന് പുറത്തേക്ക് എഴുന്നള്ളണതാണ്. ഭഗവാന്റെ
സ്വർണ്ണക്കോലത്തിൽ. അങ്ങനെ ഉത്സവത്തിൻ്റെ ചടങ്ങുകളൊക്കെ ഇങ്ങനെ ഞാൻ ലൈവായിട്ടും ഇതിൻ്റെ പേജിൽ കൂടെയും എല്ലാം കാണാൻ പറ്റും. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ ലൈവ് പോകും. പള്ളിവേട്ടൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. രാത്രിയാണല്ലോ ചടങ്ങ്, അപ്പോൾ അതൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. അങ്ങനെ ഇക്കൊല്ലത്തെ ഉത്സവം ഭഗവാന്റെ അതിഗംഭീരമായിട്ട് നടന്നു. നമുക്കത് കാണാൻ പറ്റി. എന്തോ പണ്ടൊന്നും ഇത്രയ്ക്ക് നമുക്ക് അറിയാനും കാണാനൊന്നും പറ്റിയിരുന്നില്ല. യൂട്യൂബ് ചാനലൊക്കെ വന്നതോടുകൂടിയാണ് നമ്മൾക്കിതിലൊക്കെ ഒരു കണ്ട് എല്ലാവരും മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ അതിനിപ്പോൾ ഇൻസ്റ്റയിലായാലും FBയിലായാലും പേജസ് ഉണ്ട്. അപ്പോൾ അതിൽ ഫോളോ ചെയ്താൽ നമുക്കെല്ലാം കാണാൻ പറ്റും. അപ്പോൾ പോകാൻ പറ്റാത്തവരൊന്നും വിഷമിക്കേണ്ട, ലൈവായിട്ടും എല്ലാത്തിലും കാണാൻ ശ്രമിക്കുക. ഇനി അടുത്തത് ഭഗവാന്റെ നീരാട്ടാണ്, ആറാട്ട് ചടങ്ങാണ്. ആറാട്ട് ചടങ്ങോടുകൂടി കൊടിയിറങ്ങി ഉത്സവം കൊടിയിറങ്ങുകയാണ് ചെയ്ത് അവസാനത്തെ ദിവസമാണിത്. അപ്പോൾ ഭഗവാന്റെ ആറാട്ട് നടത്തുന്നത് ഭഗവാന്റെ വേറൊരു വിഗ്രഹത്തിലാണ് കേട്ടോ. അത് ഈ കൊല്ലത്തിൽ ആറാട്ട് ചടങ്ങിന് മാത്രം എടുക്കുള്ളൂ വെങ്കല വിഗ്രഹം. അപ്പോൾ ഉത്സവത്തിന് കൊടിയിറങ്ങി സമാപിക്കുന്ന ചടങ്ങുകളാണ് ഇതൊക്കെ. ഇതെല്ലാത്തിനും പങ്കെടുക്കാൻ നമുക്ക് പറ്റില്ല. ഇങ്ങനെ നമുക്ക് വീഡിയോസൊക്കെ കാണാം. ഭഗവാന്റെ ആറാട്ടിൻ്റെ വീഡിയോ ഉണ്ടത് കണ്ട. ഈ വിഗ്രഹമാണ് ആറാട്ടിനെ യൂസ് ചെയ്യണത്. അത് കൊല്ലത്തിലൊരിക്കൽ ആറാട്ടിൻ്റെ സമയത്ത് മാത്രം പുറത്തെടുക്കുള്ളൂ. അപ്പോൾ ഭഗവാന്റെ തിരുവുത്സവത്തിൻ്റെ വീഡിയോ എനിക്ക് ഇതിലിടാനായതിൽ എനിക്ക് വളരെ സന്തോഷം. ഞാനിപ്പോൾ വൈകിപ്പോയി ഇടാൻ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.